വിശുദ്ധ ബൈബിളിൽ പഴയ നിയമ ഭാഗത്ത് നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ നമ്മെ ഏറെ സ്വാധീനിക്കുന്ന ഒരു പേരാണ് ജോസഫ്. സഹോദരങ്ങൾ ആദ്യം അവനെ കൊന്നുകളയാൻ തീരുമാനിച്ചെങ്കിലും അല്പം ദയ മൂത്ത സഹോദരൻ രൂബേന് അവനോട് തോന്നിയതിനാൽ പൊട്ടക്കിണറ്റിൽ ഇട്ടുകളഞ്ഞാൽ മതിയെന്ന തീരുമാനമെടുത്തു. സഹോദരങ്ങളാൽ ത്യജിക്കപ്പെട്ട പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട അവസ്ഥ ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകാം. ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പരീക്ഷണങ്ങളായി മാത്രം ഇത്തരം സാഹചര്യങ്ങളെ കരുതിയാൽ മതി. ജോസഫിനെ പോലെ പതറാതെ നിൽക്കാൻ നമുക്ക് കഴിയണം. പൊട്ടക്കിണറ്റിലെ അവസ്ഥ നമുക്കറിയാം. അന്ധകാരം നിറഞ്ഞ സ്ഥിതിയാണ്. തികഞ്ഞ കൊടിയ ഏകാന്തതയാണ്. ക്ഷുദ്രജീവികളുടെ സാന്നിധ്യമുണ്ട്. വെള്ളമില്ലാത്ത സ്ഥലമാണ്. മരണാസന്നമായ സാഹചര്യം. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു മാനസികാവസ്ഥ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഈ അവസ്ഥാ സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജോസഫിന് കഴിഞ്ഞിരുന്നു. ദൈവഹിതത്തിന് വിധേയപ്പെടുത്തി കൊടുക്കാൻ പോലും ജോസഫ് സന്നദ്ധനായി. ഇവിടെയാണ് ദൈവവിളിയുടെ മഹത്വം നാം തിരിച്ചറിയേണ്ടത്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെടേണ്ട സാഹചര്യമായാലും ഏവരാലും തിരസ്കരിക്കപ്പെട്ടാലും തെറ്റിദ്ധരിക്കപ്പെട്ടാലും അനീതിക്ക് വിധേയപ്പെട്ടാലും ഒരു കാരണവശാലും അധൈര്യപ്പെടാൻ പാടില്ല.